കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു, പാസ്റ്റേ, എന്റെ പാസ്റ്ററപ്പച്ചൻ എന്നെ സുവിശേഷം പറഞ്ഞ് രക്ഷിച്ചത് ഞാനൊരു തനി രാഷ്ട്രീയക്കാരനായി ഒരു നശിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എന്റെ കൈകൾ മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് മുദ്രാവാക്യം വിളിച്ച് നടന്ന, കൊടികളേന്തി നടന്ന അവരങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ച എന്നെ സുവിശേഷം പറഞ്ഞ് രക്ഷിച്ചെടുത്തപ്പോൾ ഞാൻ രാഷ്ട്രീയം വിട്ട് സഭയ്ക്കകത്ത് വന്നവനാ. എന്റെ മാനസാന്തരത്തെ ഞാൻ രാഷ്ട്രീയത്തെ ചവറന്ന് എണ്ണിയവനാ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് രാഷ്ട്രീയത്തിലോട്ട് പോയെങ്കിലേ നമുക്ക് പറ്റത്തുള്ളെന്ന്. നോ, സഭ വളർന്നത് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് കൊണ്ടല്ല, രാജാക്കന്മാരുടെ സപ്പോർട്ട് കൊണ്ടല്ല, ചക്രവർത്തിമാരുടെ സപ്പോർട്ട് കൊണ്ടല്ല, ഉയരത്തിൽ നിന്ന് വന്ന ശക്തി കൊണ്ട് ആരംഭിച്ച സഭ. ഇതിനാരുടെയും താങ്ങു വേണ്ട, ഇതിനാരുടെയും സപ്പോർട്ട് വേണ്ട. ഹല്ലേലൂയ! വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്ക. പ്രവാചകന്മാർ മുൻ എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് നിങ്ങൾ കാണുന്നതൊന്നും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തത്തില്ല. ആത്മീയ ലോകത്തിൽ ഇന്ന് എന്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ എന്തൊക്കെ കണ്ട് നിങ്ങളുടെ മനസ്സ് മുറിഞ്ഞിട്ടുണ്ടോ? പക്ഷേ യെരുശലേം വിട്ടുപോകരുത്, ആലയം വിട്ടുപോകരുത്, ആരാധന വിട്ടുപോകരുത്. ഈ പ്രസന്റ് സിറ്റുവേഷൻ, ഈ പ്രസന്റ് ദിവസങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന് എതിരായിരിക്കാം, നിങ്ങൾ കേട്ടുപഠിച്ച വിശ്വാസത്തിന് എതിരായിരിക്കാം. പക്ഷേ ഇത് പ്രവാചകന്മാർ മുൻകൂട്ടി എഴുതി വെച്ചതാ. നിങ്ങളെ നടത്തുന്നവർ തന്നെ നിങ്ങളെ തെറ്റിക്കുമെന്ന്. ലീഡർഷിപ്പിന്റെ പരാജയങ്ങൾ കണ്ട് ജനങ്ങൾ തകരരുത്. ഇത് മുൻകൂട്ടി പ്രവാചകന്മാർ എഴുതി വെച്ചതാ.